ആദിലയും നൂറയും പ്രണയത്തിനായി ലോകത്തോട് യുദ്ധം ചെയ്ത പൂമ്പാറ്റകൾ. സൗദിയിൽ 12ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദിലയ്ക്കും നൂറയ്ക്കും ഉള്ളിൽ പ്രണയം മുട്ടിട്ടത്. ഒരുപാട് പീഡനങ്ങളും ഭീഷണികളും നേരിട്ട് ഹൈക്കോടതി ഉത്തരവിൻ്റെ തണലിൽ ഒരുമിച്ച് ജീവിതം തുടങ്ങുകയായിരുന്നു ഇരുവരും. ബിഗ് ബോസ് മലയാളം സീസൺ 7 മലയാളികളുടെ സ്വീകരണ മുറിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവർ. കഴിഞ്ഞ ദിവസം സെൽഫ് ഇൻട്രൊഡക്ഷൻ ടാസ്കിൽ ആദില താനും നൂറയുമായുള്ള പ്രണയത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. നൂറ ആദ്യമായി ക്ലാസ്സിലേക്ക് തട്ടമൊക്കെ ഇട്ട് കടന്നു വരുമ്പോൾ തന്നെ ആ മൊഞ്ചത്തെ കുട്ടിയെ താൻ ശ്രദ്ധിച്ചിരുന്നുവെന്നും അവളുടെ ചുണ്ടുകൾ തനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നുമാണ് ആദില പറയുന്നത്. നൂറയുടേത് പോലെ ചുണ്ടുകളുള്ള ആളുകളെ താൻ ടിവിയിലേ കണ്ടിട്ടുള്ളൂ എന്നും ആദില പറഞ്ഞു. അങ്ങനെ ഒരാളെ നേരിട്ട് കണ്ടപ്പോൾ എനിക്കും ഭയങ്കര അട്രാക്ഷൻ തോന്നി. ഞാനും നീയും ഒരു ആണും പെണ്ണും ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് എളുപ്പമായിരുന്നു അല്ലേ കല്യാണം കഴിക്കാൻ എന്ന് ഞാൻ പറഞ്ഞു. അവിടെയാണ് പ്രണയം തുടങ്ങിയത്. ആദിലയുടെ വാക്കുകൾ ഇങ്ങനെ. സൗദിയിൽ 12ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദിലയ്ക്കും നൂറയ്ക്കും ഉള്ളിൽ പ്രണയം മുട്ടിട്ടത്. ഇരുവരുടെയും ബിരുദ പഠനം നാട്ടിലായിരുന്നു. കോവിഡ് കാലത്ത് നൂറയെ മാതാപിതാക്കൾ സൗദിയിലേക്ക് കൊണ്ടുപോയി. അപ്പോഴാണ് ഇരുവരുടെയും മാതാപിതാക്കൾ ഈ ബന്ധത്തെക്കുറിച്ച് അറിയുന്നത്. ഇരു കുടുംബവും ബന്ധത്തെ എതിർത്തു. ഇരുവരെയും അകറ്റി നിർത്തി. അപ്പോഴാണ് തൻ്റെ പ്രണയിനിയായ ഫാത്തിമ നൂറയെ ഹാജരാക്കാൻ നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആദില ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തത്. ഒടുവിൽ കോടതി ഇരുവർക്കും ആശ്വാസമായ വിധി പുറപ്പെടുവിക്കുകയും ചെയ്തു. ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഒരു ലെസ്ബിയൻ കപ്പിൾ ഷോയിൽ എത്തിയിരിക്കുന്നത്. ആദ്യം നൂറയെയും ആദിലയെയും നെറ്റി ചുളിച്ചു നോക്കിയ പ്രേക്ഷകരെല്ലാം ഇന്ന് ഇരുവരെയും ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് പീഡനങ്ങളും ഭീഷണികളും വെല്ലുവിളികളും നേരിട്ട് ഹൈക്കോടതി ഉത്തരവിൻ്റെ തണലിൽ ഒരുമിച്ച് ജീവിതം തുടങ്ങിയവരാണ് ആദില നസ്രിനും നൂറ ഫാത്തിമയും. വി ആർ ലെസ്ബിയൻ കപ്പിൾ എന്ന് നെഞ്ചുറപ്പോടെ പ്രഖ്യാപിച്ച ആദിലയും നൂറയും ഇന്ന് ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിലൂടെ മലയാളികളുടെ സ്വീകരണ മുറിയിലേക്ക് എത്തിയിരിക്കുകയാണ്.